നമ്മൾ ഇനി മുതൽ ഓഫ്ലൈൻ ക്ലാസ്സുകളും നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ റെഗുലർ ആയിട്ടും സൺഡേ ബാച്ചസ് ആയിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചസ്, ഇങ്ങനെ 3 ബാച്ചസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇനി മുതൽ ഓപ്പൺ സ്കൂളിന്റെ കീഴിലുള്ള. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC+2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC+2 പഠനം നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളാണ് നമ്മളെ വിളിക്കുമ്പോൾ ചോദിക്കുന്നത്, മിസ് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സസ് മാത്രമാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ഓഫ്ലൈൻ ക്ലാസ്സുകളൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ കേട്ട് മടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ ഓഫ്ലൈൻ ക്ലാസ്സുകളും നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സസ് ഇനി മുതൽ റെഗുലർ ആയിട്ടും സൺഡേ ബാച്ചസ് ആയിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചസ്, ഇങ്ങനെ 3 ബാച്ചസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇനി മുതൽ ഓപ്പൺ സ്കൂളിന്റെ കീഴിലുള്ള SSLC+2 കോഴ്സുകൾ നൽകുന്നത്. അപ്പം ഇനി നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ റെഗുലർ ബാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് കേട്ടോ. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ചില ആളുകൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ റെഗുലർ ആയിട്ടുള്ള രീതിയിൽ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൺഡേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സൺഡേ ബാച്ച് എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമായിരിക്കും ക്ലാസ്സസ് വരുന്നത്. അപ്പൊ സൺഡേ ബാച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൺഡേ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി അതൊന്നുമല്ല, നിങ്ങൾ വേറെ ജില്ലയിൽ വേറെ പ്രദേശത്തുള്ള ആളുകളാണ്, സോ ഞങ്ങൾക്ക് റെഗുലറും സൺഡേ ഒന്നും നിങ്ങളുടെ അവിടെ വന്ന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാൽ ഞങ്ങൾക്ക് SSLC+2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന ആഗ്രഹവുമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അക്കാദമിയിലാണ് ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പോഴും ഓൺലൈൻ ബാച്ചസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഓൺലൈൻ ബാച്ചസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇനി മുതൽ നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത്. റെഗുലർ ബാച്ചിൽ വേണോ, സൺഡേ ബാച്ച് വേണോ, ഇനി അതല്ല ഓൺലൈൻ ബാച്ചസിലാണോ നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. 3 രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇനി മുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. അപ്പം ശ്രദ്ധിക്കുക. നമ്മുടെ ഓഫീസ് എവിടെയാന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സ്ഥലം വരുന്നത് കോട്ടയം ജില്ല പാലായാണ്, പക്ഷെ നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളം ജില്ലയാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ പേട്ട ജംഗ്ഷനിലാണ്, തൃപ്പൂണിത്തുറ പേട്ട ജംഗ്ഷനിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അപ്പം ഈ പേട്ടയിൽ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ക്ലാസ്സസും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പഠിപ്പം എറണാകുളം പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, തൃപ്പൂണിത്തുറ അല്ലെ പേട്ട അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ജീവിക്കുന്ന ആളുകൾ, താമസിക്കുന്ന ആളുകൾക്ക് വന്ന് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, റെഗുലറോ സൺഡേയോ അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചസ്. ഇപ്പൊ മറ്റുള്ള ആളുകൾ, ഇപ്പം വേറെ പ്രദേശത്തുള്ള ആളുകളൊക്കെ നമ്മുടെ ഇവിടെ LBയിൽ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ, ഓൺലൈൻ ബാച്ചസ് ആണ്. അത് ഓൺലൈൻ ആയിട്ടും റെക്കോർഡ് ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ളത്. ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് പഠിക്കാം, റെഗുലർ ആണെങ്കിൽ റെഗുലർ ബാച്ച് ചൂസ് ചെയ്യാം, സൺഡേ ബാച്ച് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സൺഡേ ബാച്ചിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവര് നമ്മുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ലൊക്കേഷൻ നോക്കിയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പല തിരക്കുകളുണ്ട്, അപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. അപ്പൊ ഈ ഒരു ബാച്ച് നമുക്ക് 2026 ഏപ്രിൽ ബാച്ച് മുതലാണ് നമുക്ക് ഈ ഒരു റെഗുലർ സൺഡേ ഓൺലൈൻ ബാച്ചസ് വരുന്നത്. ഓൺലൈൻ ബാച്ചസ് അല്ല, റെഗുലർ സൺഡേ ബാച്ച് വരുന്നത് കേട്ടോ. അപ്പൊ 2026 ഏപ്രിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ക്ലാസ്സസ് നമ്മൾ 2025 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇപ്പൊ നമുക്ക് അഡ്മിഷൻ ടൈം ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ ടൈം ആണ്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇപ്പൊ. അപ്പൊ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർത്തീകരിച്ച് NIOSൽ നമ്മുടെ അഡ്മിഷനും രജിസ്ട്രേഷനും എന്നാണോ ക്ലോസ് ചെയ്യുന്നത്, ആ ക്ലോസ് ചെയ്യുന്ന ശേഷമായിരിക്കും നമ്മുടെ ഇവിടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
ഇനി ഓൺലൈനായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഓൺലൈനായിട്ട് തന്നെ പഠിക്കുക. കാരണം നമ്മൾ 2018 സ്റ്റാർട്ട് ചെയ്താണ് നമ്മുടെ സ്ഥാപനം. ആ ഒരു 2018 മുതൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ശേഷം 2018-19 ആ ഒരു ടൈമിൽ നമുക്ക് പ്രളയം, കൊറോണ ആ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും എന്തില്ല ഗവൺമെന്റ് പറഞ്ഞു നമുക്ക് ഓൺലൈൻ ക്ലാസ്സസേ ഇനി സാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. NIOSന്റെ ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഓഫ്ലൈൻ ഉണ്ടായിരുന്നു, സ്കൂൾ ട്യൂഷൻസും ഡിഗ്രി ട്യൂഷൻസും ഒക്കെ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ വീണ്ടും ഓഫ്ലൈൻ ക്ലാസ്, അത് നിങ്ങളുടെയും അതുപോലെ തന്നെ ചില പേരൻസ് ഒക്കെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ റെഗുലർ ബാച്ച് ആണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അപ്പൊ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.